മറ്റൊരു വാർത്തയിലേക്ക് ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും താൻ ആയിട്ടായിരിക്കും താൻ അമ്പലപ്പുഴയിൽ മത്സരിക്കുക എന്ന് ജി സുധാകരൻ. കോൺഗ്രസ് പ്രവർത്തകർ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കൺവെൻഷന് താൻ മുൻകൈയെടുക്കില്ല, പ്രസംഗിക്കാൻ വിളിച്ചാൽ പോകും. ചുവരെഴുത്ത് അടക്കം വേണ്ട എന്ന് താൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നും ജി സുധാകരൻ പറഞ്ഞു. ഞാൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പ്രചരണം നടത്തും. അതെ, അതാണല്ലോ ഞാൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നെ സഹായിക്കാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നോട്ട് വരാം, അതിനൊന്നും നമുക്ക് തർക്കമില്ല. അങ്ങനെയാണല്ലോ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അവരുടെ ഡയറക്റ്റ് പിന്തുണയാണ് തരുന്നത്, അത് അവരുടെ പിന്തുണയല്ലേ. ഞാൻ ഒരിടത്തും പ്രചരണത്തിന് പോകാൻ തീരുമാനിച്ചിരുന്നില്ല, അതായിരുന്നു തീരുമാനം. പക്ഷേ ചിലപ്പോൾ ചേർത്തല പോയി പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമങ്ങളോട് പഴയ പോലെ അടുപ്പമില്ലാത്തത് എന്താണ്? ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുകയാണോ എന്ന ചോദ്യത്തോട് പ്രകോപിതനായി സുധാകരൻ. അതിലേക്ക് സർക്കാർ എന്തുവാ? സർക്കാർ എന്ന് പറഞ്ഞാൽ താനും തന്നെ ഭാര്യയും കൂടാണോ? ഇവിടെ PWD മിനിസ്റ്റർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം, വേറെ ഒരാൾക്ക് ഉത്തരവാദിത്തമില്ല. ഇവിടെ സർക്കാരിനാണ് തന്നെ ഞാൻ പഠിപ്പിക്കണോ? സർക്കാരിന്റെ അല്ല എല്ലാം. ഞാൻ ഈ സംസാരിക്കുന്നതിൽ തടസ്സപ്പെടുന്നതാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ഇത് വെറുതെയാണ്, ഒരു വ്യാമോഹമാണ്, അബദ്ധമാണ്, പറഞ്ഞേക്കാം. കേട്ടല്ലോ, നിങ്ങൾ പറയുന്നത് ഞാൻ തന്നില്ല. ഇവിടെ പത്രസമ്മേളനം 1.5 മണിക്കൂർ, പിന്നെ എന്തിനാ ഇത് പറയുന്നേ? വൈ ഷുഡ് യു ടോക്ക്? നിങ്ങൾ ഒറ്റയ്ക്ക് ഒളിച്ചും വന്ന് നിന്ന് കേൾക്കുന്ന രീതി തെറ്റാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒളിച്ചു കയറ്റാലും വേറെ കാര്യമൊന്നും അല്ല കേൾക്കുന്നത്, വേറെ കാര്യമൊന്നുമല്ല. എന്നാലും അത് പാടില്ല. നിങ്ങൾ എല്ലാവരും കൂടെ പ്രൊപ്പറേറ്റി പാലിക്കണം. അതേസമയം പാർട്ടിയിൽ നിന്നും പുറത്താക്കിയവർക്കെതിരെ വീഡിയോയുമായി ജി സുധാകരൻ രംഗത്തെത്തി. പുറത്താക്കിയവർ താൻ ജനഹൃദയങ്ങളിലാണ് എന്നറിഞ്ഞില്ല എന്ന് ചിത്രീകരിക്കുന്ന ഒരു കാർട്ടൂൺ AI വീഡിയോ ആണ് അദ്ദേഹം പങ്കുവച്ചത്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയവർക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഞാൻ പാർട്ടിക്കുള്ളിലല്ല, ജനങ്ങളുടെ മനസ്സിലാണ് താമസമെന്ന്. എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയവർക്ക് ഒരു കാര്യം മനസ്സിലായില്ല. ഞാൻ പാർട്ടിക്കുള്ളിലല്ല, ജനങ്ങളുടെ മനസ്സിലാണ് താമസമെന്ന്. കൂടുതൽ വിവരങ്ങൾ അവിടെ അമൽ സുരേന്ദ്രൻ നൽകും. അമൽ, ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം അവിടെ നടക്കുന്ന മറ്റൊരു സുപ്രധാനമായ കാര്യം നമ്മുടെ ഇൻ്റർവ്യൂ, മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ അഭിമുഖം നടക്കുകയായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജി സുധാകരനെ അതിനിശ്ചിതമായിട്ട് അദ്ദേഹം വിമർശിച്ചതാണ്. വർഗ്ഗവഞ്ചകനാണ് അദ്ദേഹം, സാമാന്യ പാർട്ടി നേതാവെന്ന് പോലുമല്ല, സാമാന്യ മനുഷ്യർക്കുള്ള മര്യാദ പോലും അദ്ദേഹത്തിനുണ്ടായില്ല എന്ന മട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. അതിൻ്റെ പ്രതികരണം നിശ്ചയമായിട്ടും നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് വേണം. അങ്ങോട്ട് പോയിരിക്കുകയാണോ? മറ്റു വിവരങ്ങൾ എന്താണ്? സനീഷ്, ഈ ജി സുധാകരന്റെ വാർത്താ സമ്മേളനം കുറച്ച് ആഴ്ചകൾക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്, പ്രത്യേകിച്ചും മാധ്യമങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിലെല്ലാം ഇന്നും അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു മാധ്യമങ്ങളോട്. അതിനുശേഷം ഒരു സൗഹൃദം പങ്കിട്ടാണ് അദ്ദേഹം പിന്നീട് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് പോലും. ഏതായാലും ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന് ഉടനീളം ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അദ്ദേഹത്തിന് എതിരായിട്ട് നേതാക്കന്മാർ പറഞ്ഞിരുന്നു. അതിൽ പി പ്രസാദ് ഈ ജി സുധാകരനെതിരായിട്ട് നടത്തിയ ചില പ്രതികരണങ്ങളിൽ അദ്ദേഹത്തിന് പരിഭവമുണ്ട്. അതിനെ തുടർന്ന് തന്നെയും കമ്മ്യൂണിസം പഠിപ്പിക്കാൻ വരണ്ട എന്നും ചേർത്തലയിൽ പി പ്രസാദിനെതിരെ താൻ പ്രചരണത്തിന് ഇറങ്ങുമെന്നും പ്രസംഗിക്കുമെന്നും ജി സുധാകരൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ചേർത്തലയിലെ പി പ്രസാദിന്റെ വിജയം എന്ന് പറയുന്നത് തുലാസിലിരിക്കുന്ന ഒരു കാര്യമാണെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർക്കുകയുണ്ടായിരുന്നു. ഏതായാലും താൻ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. UDF തനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഇന്നലെ ജി സുധാകരന്റെ വസതിയിലെത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരെല്ലാം അദ്ദേഹവുമായി സംസാരിക്കുകയും ഇതിനെ തുടർന്ന് ഈ ജി സുധാകരന് വേണ്ടി പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അവർ അറിയിച്ചിട്ടുണ്ട് എന്നും ജി സുധാകരൻ പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സാമുദായിക നേതാക്കന്മാരുമായും മണ്ഡലത്തിലെ പ്രമുഖരുമായിട്ടെല്ലാം കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു ജി സുധാകരൻ. ഏതായാലും തുറന്നൊരു പരിപാടിയിലേക്ക് അദ്ദേഹം പോകുമോ എന്ന കാര്യം ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. താനായിട്ട് നേരിട്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ വിളിച്ചു കൂട്ടുകയോ ചുവരെഴുത്തുകൾ നടത്തുകയോ ചെയ്യുകയില്ല. മറ്റാരെങ്കിലും തനിക്ക് വേണ്ടി അങ്ങനെ ചെയ്താൽ താൻ അതിനെ എതിർക്കുകയുമില്ല. പ്രത്യേകിച്ചും പ്രസംഗത്തിന് മറ്റും തന്നെ വിളിച്ചാൽ താൻ പോയി പ്രസംഗിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതോടൊപ്പം തന്നെ മൂന്നാമതും പിണറായി സർക്കാർ അധികാരത്തിൽ വരണം എന്ന തന്റെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ, അതായത് പാർട്ടി വിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമ്മേളനത്തിൽ സ്വന്തമായി മത്സരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇത് കോൺഗ്രസിനോട് വലിയ രീതിയിലുള്ള ചർച്ചയായി. പിന്നീട് കഴിഞ്ഞ ദിവസം അദ്ദേഹം അതിൽ നിന്ന് തന്റെ ആ പൂർവ്വ നിലപാടിൽ നിന്ന് മാറി. എന്നാൽ താൻ ഒരു നിലപാട് മാറ്റവും നടത്തിയിട്ടില്ല, ഇതെല്ലാം മാധ്യമങ്ങൾ കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്നായിരുന്നു ഇന്ന് അദ്ദേഹം പറഞ്ഞത്.
ഏതായാലും ഇത്തരത്തിൽ മൂന്നാമത് പിണറായി സർക്കാർ വരണമോ എന്ന ചോദ്യത്തിന് ഇന്ന് വ്യക്തമായ ഒരു മറുപടി അദ്ദേഹം പറയുകയും ഉണ്ടായില്ല. മാധ്യമങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നത്തിൽ താൻ വിളിക്കാതെ ചില മാധ്യമങ്ങൾ തന്റെ വീട്ടിലേക്ക് വരുന്നത് തനിക്ക് പ്രശ്നമുണ്ടാകുന്നു, അത്തരത്തിൽ വരേണ്ടതില്ല, താൻ വിളിച്ചാൽ മാത്രം മാധ്യമങ്ങൾ വന്നാൽ മതി എന്നതടക്കമുള്ള രൂക്ഷമായിട്ടുള്ള ഒരു ഇതായിരുന്നു മാധ്യമങ്ങളുമായി അദ്ദേഹം. നന്ദി അമല. വിവരങ്ങൾക്ക് മറ്റു വാർത്തകൾ കൂടെ ഉള്ളത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഇടയ്ക്ക് ഇടപെട്ടത്. എന്തായാലും ജി സുധാകരൻ മാധ്യമങ്ങളോട് പ്രകോപിതനായിട്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അദ്ദേഹത്തിനെതിരായുള്ള വിമർശനത്തിനോടുള്ള ജി സുധാകരന്റെ പ്രതികരണം ഇന്ന് തന്നെ വരുമെന്നാണ് വിചാരിക്കുന്നത്.